Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളേജിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ജനുവരി 15 കേരള പാലിയേറ്റീവ് കെയർ ദിനം ആചരിക്കുമ്പോൾ സ്നേഹത്തിന്റെയും പരിചരണത്തിന്റെയും പര്യായമായി മാറുകയാണ് പയ്യന്നൂർ മഹാദേവ ഗ്രാമം സ്വദേശി കലിയന്തിൽ പത്മനാഭൻ. 80-ാം വയസ്സിലും വിശ്രമമില്ലാതെ ആതുര സേവന രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഈ വയോധികൻ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വലിയൊരു ഊർജ്ജമാണ് പകരുന്നത്. രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും അതിലേറെ ഹൃദയബന്ധങ്ങളുടെയും നഗരമായ തലശ്ശേരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് ADGP S. ശ്രീജിത്ത് IPS. നവാസ് മേത്തർ രചിച്ച ആ കാറും 7 മരണവും എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിലാത്തറ പാപ്പിൻശ്ശേരി KSTP റോഡ് നവീകരണത്തിന്റെ ഭാഗമായി വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാത്തത് വൻ ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നു. രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഗതാഗത കുരുക്കിൽ കുടുങ്ങിയത്. പരിയാരം മെഡിക്കൽ കോളേജിൽ കനിവിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം M. വിജിൻ MLA നിർവഹിച്ചു. മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള പ്രത്യേക കേന്ദ്രമാണ് കനിവിടം. വാർത്തകൾ വിശദമായി. ജനുവരി 15 കേരള പാലിയേറ്റീവ് കെയർ ദിനം ആചരിക്കുമ്പോൾ സ്നേഹത്തിന്റെയും പരിചരണത്തിന്റെയും പര്യായമായി മാറുകയാണ് പയ്യന്നൂർ മഹാദേവ ഗ്രാമം സ്വദേശി കലിയന്തിൽ പത്മനാഭൻ. 80-ാം വയസ്സിലും വിശ്രമമില്ലാതെ ആതുര സേവന രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഈ വയോധികൻ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വലിയൊരു ഊർജ്ജമാണ് പകരുന്നത്. ജനുവരി 15 ലോക പാലിയേറ്റീവ് കെയർ ദിനമാണ്. ഇന്നേ ദിവസം നമ്മുടെ കൂടെയുള്ളത് പത്മനാഭൻ കലിയന്തിലാണ്. അദ്ദേഹം 60 വർഷത്തോളമായി ഈ ആതുര ശുശ്രൂഷ രംഗത്ത് സജീവമായി തുടരുകയാണ്. 80 വയസ്സിന്റെ നിറവിലും അദ്ദേഹം ഇന്നും ആതുര ശുശ്രൂഷ രംഗത്ത് സജീവമാണ്. 66 ലാസ്റ്റ് മുതൽ ഒരു മെഡിക്കൽ ഷോപ്പിലായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഒരു 3 കൊല്ലം കഴിഞ്ഞ ശേഷം 69 മുതൽ പിന്നെ ഇപ്പോഴത്തെ ഒരു ഡോക്ടർ PG മേനോൻ എന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. അദ്ദേഹം ഇവിടുന്ന് അടിയന്തര ആവശ്യത്തിന് നാട്ടിലേക്ക് പോയതിന് ശേഷം അതിന് ഞാൻ പിന്നീട് കുറച്ച് കാലത്തേക്ക് ഒരു പൂനെയിൽ പോയി അവിടെ കുറച്ച് കാലം താമസിച്ചു. അവിടുന്ന് തിരിച്ച് പയ്യന്നൂർ തന്നെ വേറൊരു ഡോക്ടർ വന്നപ്പോൾ അയാൾക്ക് എക്സ്പീരിയൻസുള്ള ആൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ എഴുത്ത് മുഖേന എഴുത്ത് അയച്ചപ്പോൾ അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് വന്ന് ആ ഡോക്ടറെ അടുത്ത് എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു. അത് 69 മുതൽ സ്ഥിരമായി ഈ 2019 വരെ ആ ഡോക്ടറുടെ കൂടെ തന്നെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന ജോലി ചെയ്തിരുന്നത്. അതിപ്പോൾ കൊറോണ ആയതുകൊണ്ട് ആ ഹോസ്പിറ്റൽ തൽക്കാലത്തേക്ക് അടച്ചു വെച്ചു. അത് പിന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ വീടുകളിൽ പോയിട്ട് ആവുന്ന സേവനം ചെയ്തു കൊടുക്കും. അതായിരുന്നു ജോലി ചെയ്തത്. ഇപ്പൊ ഏതാണ്ട് ഒരു 60 വർഷത്തോളമായി ഈ ഒരു മേഖലയിൽ. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും ഒരു മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിരുന്നു? മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. ചില കുറേ രാത്രി ആകുമ്പോഴൊക്കെ ചില ആൾ ഡെത്ത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ സാധാരണഗതിയിൽ നമ്മളെപ്പോലത്തെ ആളോട് കൺഫേം ചെയ്യാൻ വേണ്ടി പാടില്ല. എങ്കിലും താൽക്കാലികമായിട്ട് അവർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതല്ല, പോയിട്ട് ഇൻഫർമേഷൻ കൊടുക്കും. പിന്നെ ബാക്കി അത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഒരു രജിസ്റ്റേർഡ് ഡോക്ടറെ കൊണ്ട് തന്നെ കൺഫേം ചെയ്യിപ്പിക്കണം. നമ്മളാലിപ്പോൾ ഒരു രോഗിക്കൊരു പിന്നെ ശമനം കിട്ടുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അതുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന രോഗിയുടെ ഞാനിപ്പം പോയി അത് അവർക്ക് സുഖം പ്രാപിച്ചു വരുന്നുണ്ട് കണ്ടാൽ എനിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവും. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട്, ഇല്ലെങ്കിൽ അത് നമുക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കും. ഏകദേശം ഇപ്പം 80 വയസ്സിനോട് അടുത്തായി എങ്കിൽ പോലും തന്നാൽ കഴിയുന്ന വിധം മറ്റുള്ളവരെ സഹായിച്ച് പോകാറുണ്ട് കഴിയുന്നത്ര പോകാറുണ്ട്. ഇപ്പം കുറേ രാത്രിയെല്ലാം ആൾക്കാർ വിളിച്ചാൽ പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത് തനിച്ചൊരു വണ്ടി എടുത്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വീട്ടിൽ ഇവർ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് ഒറ്റയ്ക്കൊന്നും വീട്ടിലൊരാളെ ആക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ.
അപ്പോൾ അത് അവരോട് പറയും, ഇന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് വരാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയും അവരോട്. ശാരീരിക അവശതകൾക്കിടയിലും സഹജീവി സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയാവുകയാണ് മഹാദേവഗ്രാമം സ്വദേശിയായ കലിയന്തിൽ പത്മനാഭൻ എന്ന പപ്പേട്ടൻ. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും അതിലേറെ ഹൃദയബന്ധങ്ങളുടെയും നഗരമായ തലശ്ശേരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് ADGP S. ശ്രീജിത്ത് IPS. നവാസ് മേത്തർ രചിച്ച ആ കാറും 7 മരണവും എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 ദിവസം ബോംബെറിഞ്ഞും വെട്ടിയും കുത്തിയും കഴിയുന്നവർ ബാക്കി ദിവസങ്ങളിൽ പരസ്പര ബഹുമാനത്തോടെ പെരുമാറുന്ന വിചിത്രമായ മനുഷ്യത്വമാണ് തലശ്ശേരിയിലെത്തുന്ന ADGP S. ശ്രീജിത്ത് IPS പറഞ്ഞു. അവിടെ ജീവിച്ചവർക്ക് മാത്രമേ ഈ വൈരുദ്ധ്യം മനസ്സിലാകൂ, അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ബോംബേറിൽ പരിക്കേറ്റ ആദ്യ IPS ഉദ്യോഗസ്ഥനാണ് താനെന്ന് അദ്ദേഹം സ്മരിച്ചു. കേരളത്തിൽ ബോംബാക്രമണം നേരിട്ട ആദ്യത്തെ IPS ഉദ്യോഗസ്ഥൻ ഞാനാണ്, തലശ്ശേരിയിലാണ്. അത് അദ്ദേഹത്തിന് പ്രതിപാദ്യ വിഷയമായിട്ടുണ്ട് പലപ്പോഴും. നവാസ് മേത്തർ ഈ പുസ്തകം മുഴുവൻ വായിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും വായിച്ചിടത്തോളം അദ്ദേഹം ജീവിതത്തിൽ എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. നല്ലൊരു കഥാകാരനാണ് പണ്ട് മുതലേ. അങ്ങനെയാണ് നവാസും ഞങ്ങളൊക്കെ അടുക്കുന്നത്. ഷംഷീർ സാറും കടന്നപ്പള്ളി സാറുമായിട്ടൊക്കെ അന്ന് തൊട്ടേയുള്ള ബന്ധമാണ്. അന്ന് പുറത്തിറങ്ങി നടക്കുമ്പോൾ അത് എന്താ പറയുക, ഇപ്പോൾ ഞങ്ങളൊക്കെ വളരെ പ്രത്യേകമായിട്ടുള്ള ഔദ്യോഗിക സ്ഥാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്തുള്ളൊരു നീരൊഴുക്ക് ഈ തലശ്ശേരിക്കാരുമായിട്ട്, പ്രത്യേകിച്ച് തലശ്ശേരി ജീവിച്ച് മരിച്ച ആൾക്കാരോടും നമുക്കുണ്ട്. അന്ന് പരിക്കേറ്റ തന്നെ വാരിയെടുത്ത അനിൽ എന്ന പോലീസുകാരൻ സദസ്സിൽ സന്നിഹിതനായത് ചടങ്ങിനെ വികാരഭരിതമാക്കി. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിഞ്ഞപ്പോൾ തലശ്ശേരിക്കാർ നൽകിയ സ്നേഹത്തെക്കുറിച്ചും ADGP വാചാലനായി. മട്ടൻ കഴിച്ച് മടുത്തു. 72 കിലോ ഉണ്ടായിരുന്ന താൻ 86 കിലോ ആയി. തലശ്ശേരിയിൽ ജീവിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ തലശ്ശേരിയിൽ എനിക്ക് എന്നോട് ഇത്രയും ആൾക്കാർക്ക് സ്നേഹമുണ്ട്. കാരണം ബാക്കിയെല്ലാം സംഘർഷ മേഖലയായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നപ്പോഴൊക്കെ. കണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ആശുപത്രിയിൽ ബോംബാക്രമണമായിട്ട് കടന്നു കഴിഞ്ഞപ്പോൾ കേവലം 72 കിലോ ഉണ്ടായിരുന്ന ഞാൻ 86 കിലോയായി മാറിയത് അവിടെയുള്ള ഉമ്മമാരുടെ സ്നേഹം കൊണ്ട് മാത്രമാണ്. എല്ലാവരും എനിക്ക് ദിവസവും രാവിലെ ഹോസ്പിറ്റലിലേക്ക് പലതരത്തിലുള്ള മട്ടൺ തിന്ന് അപ്പോൾ ഞാനിത് 72 കിലോ ആയിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ഇതിൻ്റെ ദോഷം തീർക്കാനാന്ന് പറഞ്ഞ് ഗുരുവായൂർ തുലാഭാരത്തിലൂടെ 86 എന്ന് പറഞ്ഞപ്പോൾ വേറെ ആരുടെ വയസ്സ് പറയാമെന്ന് ഞാൻ കരുതിയത്. ഇതിന് മുഴുവൻ കാരണക്കാർ തലശ്ശേരിക്കാരാണ്. ഗുരുവായൂരിൽ തുലാഭാരം നടത്തിയപ്പോഴാണ് ഈ മാറ്റം തിരിച്ചറിഞ്ഞത്. അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു. നവാസ് മേത്തറുടെ പുസ്തകത്തിലെ കടിഞ്ഞൂൽ പ്രസവം എന്ന അധ്യായം വായനക്കാരന് നേരിട്ട് കാണുന്ന അനുഭവം നൽകുന്നുവെന്നും വയനയിലുടനീളം എഴുത്തുകാരൻ നമ്മോട് സംസാരിക്കുന്നത് പോലെ തോന്നിയെന്നും ADGP അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരം നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്പീക്കർ AN ഷംസീർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ADGP S. ശ്രീജിത്ത് പുസ്തകം ഏറ്റുവാങ്ങി. ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. കേരള വിഷൻ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് നവീകരണത്തിന്റെ ഭാഗമായി വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാത്തത് വൻ ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്നു. രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയത്. കല്യാശ്ശേരി അഴീക്കോട് മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡായ പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിന്റെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. 18 കോടി രൂപ ചെലവിലാണ് ഉപരിതല ടാറിംഗ് പ്രവൃത്തി നടക്കുന്നത്. എന്നാൽ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ റോഡിലൂടെ പോകുന്നതോടെ വലിയ ഗതാഗതക്കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. BC ഓവർലേ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ജനുവരി 12 മുതൽ 17 വരെ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഗതാഗത നിയന്ത്രണമൊന്നും നടക്കുന്നുമില്ല. വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ സംവിധാനവും ഒരുക്കിയിട്ടില്ല. എരിപുരം മുതലാണ് ഗതാഗതക്കുരുക്കുള്ളത്. രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് ഉൾപ്പെടെ ഇവിടെ ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. വാഹനയാത്രക്കാരും ഗതാഗതക്കുരുക്കിൽപ്പെട്ട് വലയുകയാണ്. KSTP റോഡ് ടാറിംഗ് നടക്കുന്നതുകൊണ്ട് എല്ലാം ബ്ലോക്കാണ്. എല്ലാ വലിയ വാഹനങ്ങളും എല്ലാം ചെറിയ വാഹനങ്ങൾ ഇതിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഇത് തിരിച്ചു വിട്ടില്ലെങ്കിൽ ഇവിടെ ആംബുലൻസ് അടക്കം വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇത് വളവട്ടണത്തിന് അങ്ങോട്ട് വലിയ വാഹനങ്ങൾ നാഷണൽ ഹൈവേയിൽ വഴി തിരിച്ചു വിട്ടാൽ ഈ ബ്ലോക്ക് പരിഹരിക്കാവുന്നതാണ്. ഇത് ജനങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഇതിലേക്കൂടെ പോകുമ്പോൾ ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല, വലിയ വാഹനങ്ങൾ മാത്രമേ ഇതിലേക്കൂടെ കടന്നു വരുന്നുണ്ട്. പിന്നെ എല്ലാം ബ്ലോക്കാണ്, ഫുള്ളായിട്ട് ആംബുലൻസും മറ്റും ആൾക്ക് റോഡിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട്
പിലാത്തറ മുതൽ പാപ്പിനിശ്ശേരി വരെ 21 കിലോമീറ്റർ മെക്കാഡൻ ടാറിംഗ് ചെയ്ത് റോഡ് നവീകരിക്കുകയാണ് ചെയ്യുന്നത്. 10 മീറ്റർ വീതിയിലാണ് റോഡ് മെക്കാഡൻ ടാറിംഗ് ചെയ്യുന്നത്. പഴയങ്ങാടിയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ എരിപുരം കുപ്പൻ റോഡ് വഴി പയ്യന്നൂർ ഭാഗത്തേക്കും, പയ്യന്നൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ തളിപ്പറമ്പ് ഹൈവേ വഴി പഴയങ്ങാടി ഭാഗത്തേക്കും പോകണമെന്നുമാണ് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിരുന്നത്. നിലവിൽ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് യാത്രക്കാർ വലയുകയാണ്. അധികൃതരുടെ ഭാഗത്തു നിന്ന് എത്രയും വേഗം നടപടി വേണമെന്ന ആവശ്യമാണ് ജനങ്ങൾക്കിടയിൽ ശക്തമായിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പരിയാരം മെഡിക്കൽ കോളേജിൽ കനിവിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം എം വിജിൻ MLA നിർവഹിച്ചു. മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായുള്ള പ്രത്യേക കേന്ദ്രമാണ് കനിവിടം. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MLAയുടെ കനിവിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം എം വിജിൻ MLA നിർവഹിച്ചു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള പ്രത്യേക ഇടമാണ് കനിവിടം. ചടങ്ങിൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആശിഷ് കുമാർ കെ, തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MP മധു, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷിബ ദാമോദരൻ, ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ P സജി, പ്രവീൺ ചന്ദ്ര, ഡോക്ടർ മനോജ് DK, RMO ഡോക്ടർ മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സാധാരണ കാടുവെട്ട് യന്ത്രത്തെ 2 ചക്രങ്ങളുടെ രൂപാന്തരം ചെയ്ത് പുത്തൻ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് പയ്യന്നൂർ കാരയിലെ PV സതീശൻ. ഒരു ഇലക്ട്രീഷ്യനായ സതീശൻ താൻ ദിവസേന കാണുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് ഈ ആശയം കണ്ടെത്തിയത്. സാധാരണയുള്ള കാടുവയക്കൽ യന്ത്രത്തിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് 2 ചക്രങ്ങളൊക്കെ ഘടിപ്പിച്ച് ഒരു പുത്തൻ കാടുവയക്കൽ യന്ത്രമാക്കി മാറ്റിയിരിക്കുകയാണ് പയ്യന്നൂർ കാരയിലെ PV സതീശൻ. ഇദ്ദേഹത്തിന്റെ 1 വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമായാണ് ഇങ്ങനെ ഒരു കാടുവയക്കൽ യന്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ കാടുവെട്ടി യന്ത്രത്തെ 2 ചക്രങ്ങളോടെ രൂപാന്തരം ചെയ്ത് പുത്തൻ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് PV സതീശൻ. ഒരു ഇലക്ട്രീഷ്യനായ സതീശൻ താൻ ദിവസേന കാണുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് ഈ ആശയം കണ്ടെത്തിയത്. പുല്ലുവെട്ടുമ്പോൾ തോളിനും കൈകൾക്കും ഉണ്ടാകുന്ന അമിതമായ ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതിനായി കാടുവെട്ടി യന്ത്രത്തിന് 2 ചക്രങ്ങൾ ഘടിപ്പിച്ച് നിലത്തൂടെ സഞ്ചരിക്കുന്ന രീതിയിലേക്കാണ് യന്ത്രത്തെ മാറ്റിയത്. എനിക്കെൻ്റെ കഴുത്ത് വേദന, ഇത് കഴുത്തിലിട്ടാൽ നടുവേദന, രണ്ടും കൊണ്ട് ഞാൻ പുറത്തുനിന്ന് ആൾ കൊണ്ടുവന്ന വയക്കൽ കാട് കുറച്ച് സ്ഥലമുണ്ട് ഇടാം. അപ്പം അങ്ങനെയാണ് മനസ്സ് തോന്നിയ ആശയം. 1 വർഷത്തോളം നീണ്ട പരീക്ഷണങ്ങളുടെയും മാറ്റങ്ങളുടെയും ഫലമായാണ് ഈ പുതുമയുള്ള യന്ത്രം രൂപം കൊണ്ടത്. കുറഞ്ഞ ചിലവിലും ലളിതമായ സംവിധാനത്തിലുമാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് എന്നതും ശ്രദ്ധേയമാണ്. അതെല്ലാം ആക്രിക്കാരത്ത് പോയിട്ട് എടുത്താൽ വലിയ പൈസ ഒന്നും 1500 രൂപ ചിലവ്, 50 രൂപ 2 സൈക്കിളിൻ്റെ പേര് കിട്ടും ആക്രി പോയാൽ. പിന്നെ മെറ്റീരിയൽ എല്ലാം ആക്രിയാണ്. കർഷകർക്കും തൊഴിലാളികൾക്കും ഏറെ സഹായകരമാകുന്ന ഈ കണ്ടുപിടുത്തം നാട്ടിൻപുറ പ്രതിഭയുടെ തെളിവായി മാറുകയാണ്. ചെറിയ ആശയങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പയ്യന്നൂരിലെ PV സതീശന്റെ ഈ പുതുമയുള്ള പുല്ലുവെട്ടി യന്ത്രം. കാട് വയക്കുമ്പോൾ ആ ഒരു യന്ത്രം കയ്യിൽ പിടിച്ച് കാട് വയക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ പണി എളുപ്പമാക്കിയിരിക്കുകയാണ് ഇദ്ദേഹം. ക്യാമറമാൻ സുമേഷിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. ഉത്തര മലബാറിലെ പ്രശസ്തമായ ദേവീക്ഷേത്രമായ മാടായിക്കാവിൽ മകരപ്പാട്ട് ഉത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ നാന്തകവാൾ എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മകരമാസത്തിലെ വിശേഷപ്പെട്ട ആരാധനാക്രമങ്ങളുടെ ഭാഗമായാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. മാടായി തിരുവർക്കാട്ട് കാവിലെ മകരപ്പാട്ട് ഉത്സവത്തിന് തുടക്കമായി. 27 വരെ നീണ്ടുനിൽക്കുന്ന മകരപ്പാട്ട് ഉത്സവത്തിന്റെ ഭാഗമായി ദിവസേന രാവിലെ 7:30 കൊടിയില പൂജ, വൈകിട്ട് 5:30 നാന്തകവാൾ എഴുന്നള്ളത്ത് എന്നിവ ഉണ്ടാകും. 27 കളത്തിലരി ദിവസം പ്രത്യേക പൂജകൾ നടക്കും. സംക്രമം മുതൽ ജനുവരി മകരം 13 വരെ 14 ദിവസം വിശേഷമായി കൊണ്ടാടുന്നു. രാവിലെ മണ്ഡപത്തിൽ കളത്തിലെ പൂജയും വൈകുന്നേരം നാന്തകവാൾ എഴുന്നള്ളത്തും ഉണ്ടായിരിക്കുന്നതാണ്. മകരം 9 മകരപ്പൊങ്കാല വിശേഷമായിട്ട് മുക്കുവ മോഗ്യ സമുദായക്കാരുടെ വിശേഷമായ ഒരു പ്രാർത്ഥനയാണ് മകര പൊങ്കാല. അത് കൊണ്ടാടുന്നതാണ്. മകരം 13 കളത്തിലേരി സമാപന ദിവസമായിരുന്നു. വൈകുന്നേരം വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം അമ്മയുടെ കളത്തിലേരി പ്രസാദം പൂച്ച കളത്തിലേരി പ്രസാദം വിതരണം ചെയ്യുന്നു. വൈകിട്ട് 6 പാട്ടും കളത്തിലരിയും നാന്തകവാൾ എഴുന്നള്ളത്തും ഉണ്ടാകും. ഭക്തർക്ക് പൂജിച്ച കളത്തിലരി പ്രസാദമായി നൽകും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
പയ്യന്നൂർ EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. അമേരിക്കൻ അധിനിവേശവും ലാറ്റിൻ അമേരിക്കയുടെ പ്രതിരോധവും എന്ന വിഷയത്തിൽ ഡോക്ടർ നിതീഷ് നാരായണൻ പ്രഭാഷണം നടത്തി. EMS പഠന കേന്ദ്രം അമേരിക്കൻ അധിനിവേശവും ലാറ്റിൻ അമേരിക്കയുടെ പ്രതിരോധവും എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ ഡോക്ടർ നിതീഷ് നാരായണൻ വിഷയം അവതരിപ്പിച്ചു. ലോകത്ത് മനുഷ്യരുടെ സമരങ്ങൾക്ക് ഇങ്ങനെ സമാനതകളില്ലാത്ത ഈ ഒത്തുചേരലുകൾ, കണ്ണിച്ചേരലുകൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. 1842 മാർക്സ്, ചെറുപ്പക്കാരനായിരുന്ന മാർക്സ്, അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു. 1840 മാർക്സ് പത്രപ്രവർത്തകനായിരിക്കും. അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ എഴുത്തുകളെ കുറിച്ചിട്ട് പിന്നീട് വരുന്ന ചർച്ചകളിലൊക്കെ പ്രതിപാദിക്കുന്ന ഒരു കാര്യം 1840 തുടക്കത്തിൽ ജർമ്മനിയിലെ റൈൻലാൻഡ് എന്ന് പറയുന്ന പ്രവിശ്യയിൽ ഒരു നിയമം കൊണ്ടുവരാം. KU രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. C കൃഷ്ണൻ, M പ്രസാദ്, KP സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന യോഗം നടന്നു. നഗരസഭാ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അനുമോദന യോഗം നഗരസഭാ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. നല്ല കാഴ്ചപ്പാടുള്ള ഊർജ്ജസ്വലമായിട്ടുള്ള ചെറുപ്പക്കാരാണ്. പയ്യന്നൂരിന്റെ നഗരഭരണം ഏറ്റെടുക്കുന്ന ഒരു ചരിത്രപരമായിട്ടൊരു മാറ്റമാണ് വന്നു ചേർന്നിട്ടുള്ളത്. ആ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുന്നതിന് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പിന്തുണ ബഹുമാനായിട്ട് അധ്യക്ഷൻ പ്രിയപ്പെട്ട വിജയകുമാറും അതുപോലെ സെക്രട്ടറി പ്രിയപ്പെട്ട നന്ദകുമാറും ഇവിടെ അറിയിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രിയപ്പെട്ട സലിന്. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി, വൈസ് ചെയർപേഴ്സൺ P ശ്യാമള, നഗരസഭയിലെ കൌൺസിലർമാരായ വനിതാ വിംഗ് വൈസ് പ്രസിഡന്റ് AK ശ്രീജ, വ്യാപാരി KP ഇസ്മയിൽ, യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് വിപിൻ ചന്ദ്രൻ, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് MK അനൂപ്, JC സോൺ വൈസ് ചെയർമാൻ ജബ്രൂദ് എന്നിവരെ പയ്യന്നൂർ DYSP K വിനോദ്കുമാർ ആദരിച്ചു. ഏകോപന സമിതി ജില്ലാ ട്രഷറർ MP തിലകൻ, മേഖലാ പ്രസിഡന്റ് K ബാബുരാജ്, VP സുമിത്രൻ, K ഖലീൽ, KV നന്ദിനി, ഗീതാ രമേശൻ, MK ബഷീർ, MK തയ്യിൽ, രവി സുവർണൻ, V നന്ദകുമാർ, രാജാസ് രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഫിസിയോതെറാപ്പി യൂണിറ്റ് ആരംഭിച്ചു. ചെയർമാൻ KV മോഹനൻ ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു. ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം ചെയർമാൻ KV മോഹനൻ നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി രാജീവൻ M, ട്രഷറർ മാധവൻ VM, വൈസ് ചെയർമാൻ P ഗോപാലൻ, ജോയിന്റ് സെക്രട്ടറി അബ്ദുൽ ഖാദർ, ഡയറക്ടർ ബാലൻ KV, ഡോക്ടർ S ജാനി ഭാഷ, ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ തുടങ്ങിയവരും ആശുപത്രി സ്റ്റാഫും പൊതുജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ഓർത്തോ, ന്യൂറോ, പീഡിയാട്രിക്, ജെറിയാട്രിക്, കാർഡിയോ, പോസ്റ്റ് ഓപ്പറേറ്റീവ്, സ്പോർട്സ് ഇഞ്ചുറീസ്, പ്രസവാനന്തര ഫിസിയോതെറാപ്പി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ ഫിസിയോതെറാപ്പി ചികിത്സ ലഭ്യമാണ്. എല്ലാത്തര വേദനകൾക്കും അതുപോലെയുള്ള എല്ലാത്തര കണ്ടീഷനും, നമ്മുടെ ന്യൂറോ കണ്ടീഷൻ, കാർഡിയോ കണ്ടീഷൻ, പീഡിയാട്രിക്, ഓർത്തോ, ഏത് റിലേറ്റഡ് ആയിട്ടുള്ള കേസസും, പെയിൻ മാനേജ്മെന്റ്, അതുപോലെ ലോങ് ടേം റീഹാബിലിറ്റേഷൻ, സ്ട്രോക്ക് കേസസ് എല്ലാവരും ഇവിടെ തന്നെ നമ്മൾ ചികിത്സിക്കുന്നതാണ്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി അത്യാധുനിക മെഷീൻസുകൾ ഇറക്കിയിട്ടാണ് നമ്മളിപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോം കെയർ സേവനവും ഇവിടെ ലഭ്യമാണ്. സ്ത്രീകൾക്കായി ഫീമെയിൽ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ മുഴുവൻ സമയ സേവനവും ലഭ്യമാകും. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കൺസൾട്ടേഷൻ ഉണ്ടാകും. ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി 9496376532 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ C വൈശാഖ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ സഹകരണ ആശുപത്രിയുമായി സഹകരിച്ച് സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പിൽ 103 പേർ രക്തദാനം നടത്തി. ഇതിൽ 18ഓളം NSS വളണ്ടിയർമാരും പങ്കെടുത്തു. വാർഡ് കൗൺസിലർ C വൈശാഖ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. രാജേഷ് കടന്നപ്പള്ളി രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സന്തോഷ് SM അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ സമീർ KV, സ്റ്റാഫ് സെക്രട്ടറി അരുണ KA, സായിലാൽ കണ്ടോത്ത്, സിയാദ്, റുഷ്ദ മറിയം തുടങ്ങിയവർ സംസാരിച്ചു. രക്തദാതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
മാത്തിൽ ജൈവ കർഷക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുറുക്കൂട്ടിയിൽ ജൈവ കൃഷി പാഠശാലയും ജൈവ ചന്തയും പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ഗംഗാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാങ്കോലാലപ്പടമ്പ കൃഷിഭവനും മാത്തിൽ ജൈവ കർഷക കൂട്ടായ്മയും സംയുക്തമായി ജൈവ കൃഷി പാഠശാല സംഘടിപ്പിച്ചു. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക, കർഷകർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക, പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുക തുടങ്ങിയവയാണ് പാഠശാലയുടെ ലക്ഷ്യങ്ങൾ. കോത്തായിമുക്ക് ചെറുപുഴ റോഡരികിൽ കുറുക്കുട്ടിയിലെ KV നാരായണന്റെ കൃഷിയിടത്തിലാണ് പാഠശാല ആരംഭിച്ചിരിക്കുന്നത്. കാർഷിക വിളകളുടെ വിപണനവും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ഗംഗാധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. കുറേ കാലമായി നിർവഹിച്ചു. നമുക്കറിയാം, കർഷക സംഘത്തിൻ്റെ ഒരു വലിയ പ്രവർത്തന നിലയല്ലേ. അതിന് മുമ്പേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. പൂർണ്ണമായി നമുക്കത് കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇത് ഒരുപാട് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതുമാണ്. ഒരുപക്ഷെ ആ കർഷകർക്കുള്ള ചെലവും അതിന്റെ ബാക്കി ബുദ്ധിമുട്ടും ഒക്കെ കണക്കെടുത്താൽ. ചടങ്ങിൽ വാർഡ് മെമ്പർ ലിൻസി ജോസഫ് അധ്യക്ഷയായി. ജൈവ കൃഷിയുടെ അനിവാര്യത എന്ന വിഷയത്തിൽ റിട്ടയർഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ വീണ റാണി ക്ലാസ് എടുത്തു. കൃഷി ഓഫീസർ അനുഷ രവീന്ദ്രൻ, K പങ്കജാക്ഷൻ, നാരായണൻ പുതുമന, കൃഷി അസിസ്റ്റന്റ് സന്ദീപ്, കരുണാകരൻ പനങ്ങാട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മകരജ്യോതി ദർശന ഭാഗമായി തൃക്കരിപ്പൂർ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ നേതൃത്വത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മകരജ്യോതി ആഘോഷം നടത്തി. തൃക്കരിപ്പൂർ അയ്യപ്പ ഭജന മഠത്തിൽ പായസദാനവും ചിരാതെളിയിക്കലും നടന്നു. 60 വർഷം പിന്നിടുന്ന തൃക്കരിപ്പൂർ അയ്യപ്പ ഭജന മന്ദിരത്തിന്റെ നേതൃത്വത്തിൽ മകരജ്യോതി തെളിയുന്ന വേളയിലാണ് നൂറുകണക്കിന് ചിരാതുകളിൽ ഭജന മന്ദിരത്തിന് ചുറ്റും ദീപം തെളിയിച്ചത്. KV കുഞ്ഞിരാമൻ ഗുരുസ്വാമി ദീപം പകർന്നു. ഗുരുസ്വാമിമാരായ V നാരായണൻ, P ശശി, V പത്മനാഭൻ, TT രഘുനാഥ്, ഭജനമന്ദിരം ഭാരവാഹികളായ KP സുരേശൻ, M ബിജു എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പായസ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നമ്മുടെ ഗൃഹവൈദ്യത്തിൽ ഏറ്റവും പ്രചാരം സിദ്ധിച്ച ഒന്നാണ് പനിക്കൂർക്ക. വീട്ടമ്മമാർ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു പ്രസിദ്ധ ഔഷധ സസ്യമാണ് ഇത്. നമ്മുടെ ഗൃഹവൈദ്യത്തിൽ ഏറ്റവും പ്രചാരം സിദ്ധിച്ച ഒന്നാണ് പനിക്കൂർക്ക. ലാമിയേസി കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രനാമം കോളിയസ് അംബോയിനിക്കസ് എന്നാണ്. വീട്ടമ്മമാർ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു പ്രസിദ്ധ ഔഷധ സസ്യമാണിത്. ഇന്ത്യയിലുടനീളം മുറ്റത്ത് ഇത് നട്ടു വളർത്തുന്നു. ഇലയും തണ്ടും രോമാവൃതമാണ്. പൂക്കൾ കാണാൻ ഏറെ മനോഹരമാണ്. പനിക്കൂർക്കയിൽ പ്രധാനമായും ബാഷ്പശീല തൈലം അടങ്ങിയിരിക്കുന്നു. പ്രാചീനകാലം മുതൽ തന്നെ ആയുർവേദത്തിൽ പനിക്കൂർക്കനെ ഔഷധ സസ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കഫജന്യമായ രോഗങ്ങൾക്ക് അത്യുത്തമമാണ്. ചെറിയ കുട്ടികൾക്ക് വരെ പനിക്കൂർക്കലെ തലയിൽ ഇങ്ങനെ പത്തി വെച്ച് കൊടുക്കാറുണ്ട്. അത് ചതച്ച നീരിൽ പനങ്കൽക്കണ്ട് ചേർത്ത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കും. വലിയവർക്കും കഴിക്കാൻ പറ്റും. കുട്ടികൾക്കുണ്ടാകുന്ന ചുമ, വയറുവേദന, ജലദോഷം ഇവ ശമിപ്പിക്കുന്നു. പാമോലിക്, ടോർമെന്ററിക് തുടങ്ങി നിരവധി രാസവസ്തുക്കൾ ഇലയിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അയ്യപ്പ ജ്യോതി തെളിയിച്ചു. തുടർന്ന് നടന്ന ചടങ്ങ് കണ്ണൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റും മണ്ഡലം പ്രഭാരിയുമായ AV സനൽ ഉദ്ഘാടനം ചെയ്തു. BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അയ്യപ്പ ജ്യോതി തെളിയിച്ചു. കണ്ണൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റും മണ്ഡലം പ്രഭാരിയുമായ AV സനൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് ധനേഷ് കണിയാങ്കുന്ന് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി നന്ദകുമാർ, സുജിത്ത് കേളോത്ത്, യോഗിത്ത് പങ്ങടം, അനിൽ പൂഞ്ചക്കാട്, അഭിലാഷ് ചീറ്റ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിവെള്ളൂർ പെരളം സൗത്ത് വാർഷിക സമ്മേളനം ഓണക്കുന്ന് പെൻഷൻ ഭവനിൽ നടന്നു. സമ്മേളനം പയ്യന്നൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി P ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിവെള്ളൂർ പെരളം സൗത്ത് വാർഷിക സമ്മേളനം ഓണക്കുന്ന് പെൻഷൻ ഭവനിൽ നടന്നു. സമ്മേളനം പയ്യന്നൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി P ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു.
ചടങ്ങിൽ കെ രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. കല്ലത്ത് രവീന്ദ്രൻ മാസ്റ്റർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കെ സുധാകരൻ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ടും ആർ ഗംഗാധരൻ മാസ്റ്റർ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി കെ കരുണാകരൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട എ വേണുഗോപാലൻ മാസ്റ്ററെ അനുമോദിച്ചു. കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ, എ ലളിതകുമാരി ടീച്ചർ, കെ വി നളിനി ടീച്ചർ, എ വി നാരായണൻ, കരിമ്പിൽ ശ്രീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ ദീർഘകാലം അംശാദായം അടച്ചുവന്നവർക്ക് ആനുപാതികമായി വർധനവ് വരുത്തി പെൻഷൻ വിതരണം നടത്തണമെന്ന് കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് സൗത്ത് താലൂക്ക് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ KMK ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം KSTA ജില്ലാ ജനറൽ സെക്രട്ടറി PU ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. 30 വർഷം തയ്യൽ തൊഴിൽ ചെയ്ത് ക്ഷേമനിധിയിൽ അംഗമായവർക്കും വെറും 5 വർഷമായി തൊഴിലെടുത്ത് അംശാദായം അടച്ചു വരുന്നവർക്കും ഒരേ പെൻഷനാണ് നൽകി വരുന്നത്. അതിൽ പ്രധാന മാറ്റങ്ങൾ വരുത്തി ആനുപാതികമായി പെൻഷൻ വിതരണം നടത്തണമെന്ന് കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. KMK ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം KSTA ജില്ലാ ജനറൽ സെക്രട്ടറി PU ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് A ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KSTA ജില്ലാ പ്രസിഡന്റ് C സുരേഷ് ഭട്ട് മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം K രുക്മിണി മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് സെക്രട്ടറി വസന്തബാലൻ, സെക്രട്ടറി PK സിന്ധു, ട്രഷറർ PV രതി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KV ദാമോദരൻ, K കുഞ്ഞികൃഷ്ണൻ, KP ഗീത, MP രാധാമണി, വിവിധ യൂണിറ്റ് ഭാരവാഹികളായ AKP ഗിരിജ, PP ശൈല എന്നിവർ സംസാരിച്ചു. തയ്യൽ തൊഴിലിൽ 5 പതിറ്റാണ്ട് പിന്നിട്ട K രവീന്ദ്രൻ, MP തമ്പായി എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. ജനജീവിതം ദുസ്സഹമാക്കുന്ന തൃക്കരിപ്പൂർ പടന്ന പഞ്ചായത്തുകളിലെ 5 റെയിൽവേ ഗേറ്റുകളിൽ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് സമ്മേളനം മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യമുന്നയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജനകീയമായ ഉള്ളടക്കത്തോടെ ജനങ്ങൾക്കിടയിൽ നിന്നും പ്രവർത്തിച്ച പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം 2026 ജനുവരി 17, 18 തീയതികളിൽ പയ്യന്നൂരിൽ നടക്കും. ആഘോഷത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 17 വൈകുന്നേരം 5 മണിക്ക് പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്രയോടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ജനുവരി 18 ഉച്ചയ്ക്ക് 2 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ പ്രാദേശിക വികസനവും സഹകരണ മേഖലയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. മുൻ ICM ഡയറക്ടർ MV ശശികുമാർ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും. V കുഞ്ഞികൃഷ്ണൻ മോഡറേറ്ററായുള്ള സെമിനാറിൽ NK രാമചന്ദ്രൻ, ശ്രീജിത്ത് മുല്ലശ്ശേരി എന്നിവർ സംസാരിക്കും. തുടർന്ന് 3 മണിക്ക് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ സരിൻ ശശി, മുൻ MLAയും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റുമായ TV രാജേഷ്, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് എന്നിവർ മുഖ്യാതിഥികളായെത്തും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി സഹകരണ മേഖല പ്രതിസന്ധികളും പ്രതീക്ഷകളും എന്ന വിഷയത്തിൽ നടത്തിയ സംസ്ഥാനതല ലേഖന മത്സരത്തിലുള്ള വിജയികൾക്ക് അഡ്വക്കേറ്റ് P സന്തോഷ് സമ്മാനം വിതരണം ചെയ്യും. ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് 80 വയസ്സ് തികഞ്ഞ ബാങ്കിലെ മെമ്പർമാരെയും ഇടപാടുകാരെയും ആദരിക്കും. ഉദ്ഘാടന ചടങ്ങിൽ പയ്യന്നൂരിലെ രാഷ്ട്രീയ നേതൃത്വം, സഹകരണ മേഖലയിലെ വിവിധ ബാങ്കുകളുടെ പ്രസിഡന്റുമാർ, സഹകരണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിക്കും. തുടർന്ന് ബാങ്കിലെ ജീവനക്കാർ നയിക്കുന്ന ഗാനമേളയും കലാപരിപാടികളും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ K ശിവകുമാർ, K പ്രേംകുമാർ, ശശികുമാർ VP, വിജയൻ P, ഭാർഗവി, ഹരികുമാർ, രാമചന്ദ്രൻ, K പത്മജ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ബാറിലെ സീനിയർ അഭിഭാഷകനും പയ്യന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് K വിജയകുമാർ അഭിഭാഷകനായി 50 വർഷം പൂർത്തീകരിച്ചത് പയ്യന്നൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമുചിതമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ജനുവരി 17 പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് A മുഹമ്മദ് മുഷ്താഖ് ഉദ്ഘാടനം നിർവഹിക്കും. കഴിഞ്ഞ 50 വർഷക്കാലമായി അഭിഭാഷകനായും പയ്യന്നൂരിലെ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിർണായകമായ ഇടപെടലുകളും നടത്തിയ അഡ്വക്കേറ്റ് K വിജയകുമാറിന്റെ കർമ്മനിരതയുടെ 50ാം വാർഷികം പയ്യന്നൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ 1 മാസത്തെ സമുചിതമായ പരിപാടികളോടെ ആഘോഷിക്കും. പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം ജനുവരി 17 രാവിലെ 11 മണിക്ക് പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് A മുഹമ്മദ് മുഷ്താഖ് നിർവഹിക്കും. പരിപാടിയിൽ തലശ്ശേരി ജില്ലാ കോടതി ജഡ്ജ് KT നിസാർ അഹമ്മദ്, കണ്ണൂർ കുടുംബ കോടതി ജഡ്ജ് RL ബൈജു, തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ ജഡ്ജ് പ്രശാന്ത് KN, പയ്യന്നൂർ സബ് ജഡ്ജ് അൽഷാരി A തുടങ്ങിയവരും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ ബാർ അസോസിയേഷൻ പ്രസിഡന്റുമാരും സീനിയർ അഭിഭാഷകരും ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും.
കെ പ്രമോദ്, ടി വി അജയകുമാർ, എം വി അമരേശൻ, കെ വി ഗണേശൻ, കെ കെ ശ്രീധരൻ, കെ സുകുമാർ, എം വി വിനോദ്, ഷിജു പി പി, ദിനേശ് ടി വി, സിജോ കെ, സ്നേഹപ്രിയ, ശ്രീലക്ഷ്മി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഡിവൈഎഫ്ഐ പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 19ാമത് കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക സീനിയർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് 16 മുതൽ ഫെബ്രുവരി 1 വരെ പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 16 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിവൈഎഫ്ഐ പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 19ാമത് കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക സീനിയർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് 16 മുതൽ ഫെബ്രുവരി 1 വരെ പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 16 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ചാമ്പ്യന്മാർക്ക് കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക സ്തൂപത്തിന്റെ മാതൃകയിലുള്ള എവർ റോളിംഗ് ട്രോഫിയും ടി ഗോവിന്ദൻ സ്മാരക സ്ഥിരം ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിക്കും. 2ാം സ്ഥാനക്കാർക്ക് PS മണി സ്മാരക റോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകും. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്യും. മുൻ ഇന്ത്യൻ താരം M സുരേഷ്, സന്തോഷ് ട്രോഫിയിൽ സർവീസസ് ടീമിനെ പ്രതിനിധീകരിച്ച T സുരേഷ്, നാഷണൽ അണ്ടർ 20 ടൂർണമെന്റിൽ കേരളത്തിനായി മത്സരിച്ച പയ്യന്നൂർ PFAയിലെ അഭിരാം ഉണ്ണികൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളാകും. ആദ്യ മത്സരത്തിൽ കനേഡിയൻ ബോയ്സ് ടൗൺ FC തൃക്കരിപ്പൂരും മേഴ്സി ഹോളിഡേയ്സ് മയിലും ഏറ്റുമുട്ടും. വൈകിട്ട് 5-ന് മത്സരങ്ങൾ തുടങ്ങും. വാർത്താസമ്മേളനത്തിൽ ടി വിശ്വനാഥൻ, പോത്തേര കൃഷ്ണൻ, കെ രവീന്ദ്രൻ, ബി ബബിൻ, ടി അമൽ, പി വിഷ്ണു എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് നേതൃത്വം നൽകുകയും തൃക്കരിപ്പൂർ ഉൾപ്പെടെ വിവിധ ഹൈസ്കൂളുകളിലെ ശാസ്ത്ര അധ്യാപകനും പ്രിൻസിപ്പലുമായിരുന്ന PPK പൊതുവാളിന് ദ ഡയലോഗ് നേതൃത്വത്തിൽ ആദരവ് നൽകും. ജനുവരി 17 രാവിലെ 10 മണിക്ക് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആദര സമ്മേളനം വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വാക്കുകളുടെ വെളിച്ചം, ഒത്തുചേരാം, PPKയോടൊപ്പം എന്ന പേരിൽ ദ ഡയലോഗ് തൃക്കരിപ്പൂർ പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് ആദരവ് ഒരുക്കുന്നത്. ലോക ക്ലാസിക് കൃതികളുടെ വിവർത്തനങ്ങളടക്കം 100-ലധികം ശാസ്ത്രകൃതികളുടെ കർത്താവാണ് PPK പൊതുവാൾ. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെയും കേരള സാഹിത്യ അക്കാദമിയുടെയും പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ജനുവരി 17 രാവിലെ 10 മണിക്ക് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആദര സമ്മേളനം സംസ്ഥാന വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് നടക്കുന്ന സമ്മേളനം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ, PPK പൊതുവാളെക്കുറിച്ചുള്ള പുസ്തക പ്രകാശനം, സൗഹൃദ സംഗമം, പുസ്തക പ്രദർശനം, ശാസ്ത്ര പുസ്തകങ്ങളുടെ പ്രദർശനം, വിൽപ്പന എന്നിവ നടക്കും. പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ K പാപ്പൂട്ടി മാസ്റ്റർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന ഭാരവാഹികളായ പ്രൊഫസർ TP കുഞ്ഞിക്കണ്ണൻ, T ഗംഗാധരൻ, OM ശങ്കരൻ മാസ്റ്റർ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്യും. സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ, ഡോക്ടർ AM ശ്രീധരൻ ഉൾപ്പെടെ ശിഷ്യരും സുഹൃത്തുക്കളും പങ്കെടുക്കും. വിവിധ ജനപ്രതിനിധികൾ അതിഥികളായെത്തും. വാർത്താ സമ്മേളനത്തിൽ VK രവീന്ദ്രൻ, E ജയചന്ദ്രൻ, AK ശ്രീധരൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നഴ്സറി കുട്ടികളിലെ കലാമികവ് പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ JCI കൊക്കാനശ്ശേരി നടത്തിവരുന്ന ഈ വർഷത്തെ നഴ്സറി ഫെസ്റ്റ് ജനുവരി 17 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഴ്സറി കുട്ടികളിലെ കലാമികവ് പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ JCI കൊക്കാനശ്ശേരി നടത്തിവരുന്ന ഈ വർഷത്തെ നഴ്സറി ഫെസ്റ്റ് 17/1/2026 നടക്കും. പയ്യന്നൂർ ഉളിയത്തുകടവ് റോഡിലുള്ള എയർബോൺ ഏവിയേഷൻ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് കലോത്സവം അരങ്ങേറുക. 25ഓളം സ്കൂളുകളിൽ നിന്നും 300-ൽ പരം നഴ്സറി വിദ്യാർത്ഥികളാണ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത്. TI മധുസൂദനൻ MLA രാവിലെ 10 മണിക്ക് നഴ്സറി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് JCI കൊക്കാനശ്ശേരി പ്രസിഡന്റ് MV സനോജ് പറഞ്ഞു. നഴ്സറി വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ പാട്ട്, ഡാൻസ്, ചിത്രരചന, പ്രച്ഛന്നവേഷം തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരം. നഴ്സറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി ഇത്തരത്തിലുള്ള കലോത്സവം എവിടെയും നടത്താറില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് വർഷങ്ങളായി JCI കൊക്കാനശ്ശേരി നഴ്സറി ഫെസ്റ്റ് നടത്തിവരുന്നത്. പത്രസമ്മേളനത്തിൽ JCI കൊക്കാനശ്ശേരി സെക്രട്ടറി M ഹരിപ്രസാദ്, വൈസ് പ്രസിഡന്റ് U ഹരീഷ്, പ്രോഗ്രാം ഡയറക്ടർ ജയൻ വാണിയില്ലം, പാസ്റ്റ് പ്രസിഡന്റുമാരായ അനീസ് തയ്യിൽ, അനിൽ കുട്ടമത്തെ എന്നിവരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനുവരി 15 കേരള പാലിയേറ്റീവ് കെയർ ദിനം ആചരിക്കുമ്പോൾ സ്നേഹത്തിന്റെയും പരിചരണത്തിന്റെയും
പര്യായമായി മാറുകയാണ് പയ്യന്നൂർ മഹാദേവ ഗ്രാമം സ്വദേശി കലിയന്തിൽ പത്മനാഭൻ. 80-ാം വയസ്സിലും വിശ്രമമില്ലാതെ ആതുര സേവന രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഈ വയോധികൻ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വലിയൊരു ഊർജ്ജമാണ് പകരുന്നത്. രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും അതിലേറെ ഹൃദയബന്ധങ്ങളുടെയും നഗരമായ തലശ്ശേരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് ADGP S. ശ്രീജിത്ത് IPS. നവാസ് മേത്തർ രചിച്ച ആ കാറും 7 മരണവും എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിലാത്തറ പാപ്പിൻശ്ശേരി KSTP റോഡ് നവീകരണത്തിന്റെ ഭാഗമായി വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാത്തത് വൻ ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നു. രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഗതാഗത കുരുക്കിൽ കുടുങ്ങിയത്. പരിയാരം മെഡിക്കൽ കോളേജിൽ കനിവിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം M. വിജിൻ MLA നിർവഹിച്ചു. മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള പ്രത്യേക കേന്ദ്രമാണ് കനിവിടം. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.